ഞാൻ വളരെ ജുവനൈലായിട്ട് നിൽക്കുന്നൊരു ഫിലിം മേക്കറാണ്. അപ്പോൾ എൻ്റെ വെറും 4ാമത്തെ സിനിമ മാത്രമാണ് ബാച്ചിലർ പാർട്ടി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതിൽ എന്താ പറയുന്നത്, സിനിമയോടുള്ള കാഴ്ചപ്പാട് എൻ്റെ ഈ സിനിമയും എൻ്റെ മുൻ സിനിമകളുടെ പോലെ തന്നെ ഒരു എൻ്റർടൈനറാണ്. അത് 100% അങ്ങനെയുള്ളൊരു മാസ് എൻ്റർടൈനറായിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ആ ജോണറിലുള്ള സിനിമയാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു കാഴ്ചപ്പാടിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പം ഈ പടത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, ഇപ്പം ഈ പടത്തിൻ്റെ ഒരു ടാഗ് ലൈൻ ഇപ്പോൾ ഈ പോസ്റ്ററിൽ പറയുന്ന പോലെ ലൈഫ് ഇസ് എ ബോറിങ് ഹൈവേ ജസ്റ്റ് ഓഫ് റോഡ് ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ വളരെ ജീവിതത്തിൻ്റെ പച്ചയായിട്ടുള്ള ജീവിതം എന്നെ സംബന്ധിച്ച് കുറച്ചൊരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബോറിങ് ഹൈവേ ആണ്. അപ്പോൾ ഞാനൊരു എന്താണ് പറയുന്നത്, ഒരു സ്കൂൾ സ്റ്റുഡൻ്റ്, ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നത്തേക്ക് കാണാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു മെൻ്റൽ സെറ്റപ്പിൽ നിന്നാണ് സിനിമകൾ ചെയ്യുന്നത്. ഞാനതാണ് പറഞ്ഞത്, ഇത് ചിലപ്പോൾ കൂടുതൽ സിനിമകൾ ചെയ്യുമ്പോൾ 25 സിനിമയോ 30 സിനിമയൊക്കെ ചെയ്യാനായിട്ട് ഭാഗ്യം ലഭിച്ചാൽ ചിലപ്പോൾ അന്നൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ കൂടുതലും മെച്യൂർഡ് ആവുകയും മാറുകയും ചെയ്യുമായിരിക്കാം. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 100% എൻ്റർടൈൻമെൻറ്റാണ്. അത് അങ്ങനെ ഭയങ്കര ഒരു സോ കോൾഡ് റിയാലിറ്റി എന്നുള്ള ജീവിതാവസ്ഥകളുമായിട്ട് മല്ലിടുന്നൊരു സിനിമയല്ല. വളരെ അതിൽ നിന്ന് അബ്സല്യൂട്ട്ലി മാറി നിന്ന് എൻ്റർടൈൻഡ് ആകാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബാച്ചിലർ പാർട്ടി എന്നുള്ള പേര് പറയുന്ന പോലെ എല്ലാ രീതിയിലും ഒരു പാർട്ടിയാണ് ഈ സിനിമ. എനിക്കറിയില്ല, ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൊരു സിനിമയിലുള്ള ഒരു ഡയലോഗുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരാളുടെ അടുത്ത് ചോദിക്കുന്നത്, ദിസ് ഈസ് വാട്ട് യു വോണ്ട് ടു ബി റിമെമ്പേർഡ് ഫോർ. നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണോ ഓർത്തിരിക്കേണ്ടതെന്ന്. അപ്പോൾ അയാൾ പറയുന്നത്, ഐ ഡോണ്ട് വോണ്ട് ടു ബി റിമെമ്പേർഡ് അറ്റ് ഓൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനൊരു ജീവിതത്തിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യാമെന്നോ, നാളെ ഇത് ചെയ്യാമെന്നോ, നാളെ അങ്ങനെയുള്ള ഒരു എൻജുവടിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനവും ഞാൻ തീരുമാനിച്ചിട്ടോ വെച്ചിട്ടോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്നെക്കുറിച്ച് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് എന്നെക്കുറിച്ച് അങ്ങനെ ഓർത്തിരിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമുള്ള ഒരാളല്ല. പലപ്പോഴും എനിക്കറിയില്ല, ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു ജനറേഷൻ എന്ന് പറയാനായിട്ട് നമ്മൾ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നവരല്ല. കന്യാകുമാരി തുടങ്ങി കാസർഗോഡ് വരെ ഉള്ളവർ പല അവസ്ഥയിലും പല ജീവിത സാഹചര്യങ്ങളിലും ഒക്കെ ജീവിക്കുന്ന മനുഷ്യരാണുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്കറിയില്ല, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുന്ന പല വിദ്യാർത്ഥിനികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെയുള്ള പല സ്ത്രീകളും കേരളത്തിലോട്ട് തിരിച്ചു വരാറില്ല. അവർ ബോംബെയിലോട്ടോ അല്ലെങ്കിൽ ചെന്നൈയിലോട്ടോ ഒക്കെ പോകാറുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സൗകര്യം ബോംബെ പോലുള്ള സ്ഥലങ്ങളാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെ ഈ പറയുന്ന പോലുള്ള എല്ലാ കുപ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ള സ്പേസ് ആണെങ്കിലും അവിടെ വേണമെങ്കിൽ രാത്രി 1 മണിക്കോ 2 മണിക്കോ ഒരു സ്ത്രീക്ക് വളരെ സുരക്ഷിതമായിട്ട് ഒരു ഓട്ടോയിലോ ട്രെയിനിലോ യാത്ര ചെയ്ത് അവരുടെ വീട്ടിലോ ഫ്ലാറ്റിലോ എത്താവുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരളത്തിൽ ഇല്ലെന്നുള്ളതൊരു വളരെ വലിയ യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ പറയുവാണെങ്കിൽ ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ NGO ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പിലുണ്ടാകുന്ന ഒരു സിറ്റുവേഷനുണ്ട്. ഇപ്പോൾ രാത്രി വരുന്ന ഒരു സുഹൃത്തുക്കളായിട്ടുള്ളൊരു സ്ത്രീയും പുരുഷനും, അപ്പോൾ അവരെ അവിടുത്തെ ആ ബസ് സ്റ്റോപ്പിലുള്ള കുറേ ആൾക്കാർ അതൊരു മോറൽ പോലീസിങ് നടത്തുന്നു. അല്ലെങ്കിൽ കാലിക്കറ്റ് അടുത്ത ഒരു സ്ഥലത്ത്
ഒരു കാമുകനെ തല്ലിക്കൊല്ലുന്നു എന്നൊക്കെ പറയുന്ന മോറൽ പോലീസിങ് നിൽക്കുന്ന അപ്പോൾ എൻ ജി ഒ ക്വാർട്ടേഴ്സിൻ്റെ സംസ്കാരത്തിന് ഈ എൻ ജി ഒ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നതിന് തന്നെ അതിന് പോലും ഒരു ചരിത്രമില്ല. കാര്യം ചരിത്രം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേരതായിരിക്കില്ല. കാര്യം ഞാൻ അവിടെ കുറേ നാൾ ജീവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് അവിടെ കടയിലെ എന്താണ് അവിടെ വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ലോക്കലി അവിടെ നിൽക്കുന്ന ഒരു മോറൽ പോലീസുകാർ ആണ് ഇത്തരം മോറൽ പോലീസിങ് നടത്തുന്നത്. അപ്പോൾ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ ജനറേഷന് എത്ര സ്വാതന്ത്ര്യമുണ്ടെന്ന് എനിക്കറിയില്ല. കാര്യം നമ്മുടെ ലോകം മുഴുവൻ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ റോട്ടിൽ കാണുന്നത് അല്ലെങ്കിൽ ഒരു പാർക്കിൽ അല്ലെങ്കിൽ ഒരു ബീച്ച് സൈഡിൽ അല്ലെങ്കിൽ ഒരു ഇഷ്ടംപോലെ കാമുകന്മാരെ കാണാറുണ്ട്. നമ്മുടെ പ്രണയങ്ങളൊക്കെ 100% ക്യാമ്പസുകളിൽ അധിഷ്ഠിതമാണ്. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലിക്കൊല്ലാൻ വരെ സാധ്യതകളുണ്ട്. അപ്പോൾ എനിക്കറിയില്ല അതുകൊണ്ട് നമ്മുടെ ജനറേഷൻ എത്ര സ്വാതന്ത്ര്യത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും എത്ര വളർച്ച ഉണ്ടായിട്ടുണ്ടെന്നും എനിക്കറിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും നോർമലാണ് നമ്മളിപ്പോൾ ഒരു കൽക്കട്ടയിലോ ബോംബെയിലോ ചെന്നൈയിലോ അല്ലെങ്കിൽ ഏതൊരു ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൻ്റെ ഒക്കെ അകത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും നോർമലാണ് അത് ഏറ്റവും നോർമൽ ആൻഡ് മാനുഷികവുമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കാമുകനെയും കാണുമെന്നുള്ള ഒരു നോർമൽ കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രമാണെന്ന് തോന്നുന്നു അത് ക്യാമ്പസുകൾക്കകത്ത് മാത്രം ഉണ്ടാകുന്നൊരു സംഭവം. ഇതിൻ്റെ പുറത്തൊരു സ്പേസിലോട്ട് അത് വന്നു കഴിഞ്ഞാൽ അവരങ്ങനെ ടോർച്ചേർഡ് ആകുന്നതുകൊണ്ട് തന്നെ ആരും പുറത്തോട്ട് വരില്ല. അപ്പോൾ ഇതെല്ലാം ഒരു ക്ലോസ് ഡോർസിനകത്ത് നടക്കേണ്ട കാര്യങ്ങളായിട്ട് മാറുകയും അപ്പോൾ കാര്യങ്ങൾക്ക് വളരെ ഒട്ടും നോർമൽ അല്ലാത്ത സീക്രട്ടുകളിലോട്ട് മാറുകയും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളായിരിക്കാം ചിലപ്പോൾ അതിനൊരു മറ്റു പല രീതിയിലും ഇത് പുറത്തോട്ട് വരുന്ന അതൊരു ഏറ്റവും എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ അതിൽ ഡീല് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നിരിക്കുന്ന അവസ്ഥ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും ശ്രുതിക്ക് തോന്നുന്ന പോലെ തന്നെ നന്നായിരുന്നു, നല്ലതാണെന്ന് തോന്നുന്നു. ചിലപ്പം ഇപ്പോൾ എൻ്റെ കൂടെ ബിഗ് ബിയിൽ വർക്ക് ചെയ്തിരുന്ന ഇപ്പോൾ സിനിമോട്ടോഗ്രാഫിയിൽ വർക്ക് ചെയ്യുന്ന 3-4 പേര് ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന സിനിമോട്ടോഗ്രാഫേഴ്സാണ്. അപ്പോൾ അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് വളരെ വളരെ ഹോപ്പ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതേപോലെ കുറേയധികം പുതിയ ആൾക്കാർ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പല പുതിയ ആൾക്കാരെ വെച്ചിട്ട് സിനിമകൾ ചെയ്യുന്നതിന് ചിലപ്പം നമ്മളൊന്നും വന്ന സമയത്തുള്ള അത്ര സിറ്റുവേഷൻസ് ഇല്ല. അപ്പോൾ അതൊക്കെ വളരെ പ്രത്യാശ തോന്നുന്ന സന്തോഷം തോന്നുന്ന അവസ്ഥകളാണ്. ഞാൻ ഈ ഷോ ബിസിനസ്സിൽ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ ബിസിനസ്സിൽ എനിക്ക് ഈ ബിസിനസ്സിൽ വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രൊഡക്ഷനിലോട്ട് വന്നിട്ടുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാള സിനിമയുടെ പരാജയങ്ങളുടെ കഥകൾ കേട്ട് തഴമ്പിച്ച് ഇരിക്കുന്നൊരവസ്ഥയിൽ കാര്യം എന്ന് വെച്ചാൽ പരാജയങ്ങളുടെ ആഘോഷങ്ങളാണ് മലയാള സിനിമയിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരവസ്ഥയിൽ ഞാൻ ഈ ബിസിനസ്സിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും എനിക്ക് വലിയ വിശ്വാസമുണ്ട്. ഞാൻ അടുത്ത ഇപ്പോൾ ബിഗ് ബിയിൽ ഉണ്ടായിരുന്ന ഷൈജു ഖാലിദാണ് പിന്നീട് ട്രാഫിക്കും സോൾട്ട് ആൻഡ് പെപ്പറും ഒക്കെ സിനിമോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ ഷൈജു ഖാലിദ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലുള്ള കുറേ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് അതേപോലുള്ള പല പരിപാടികളുണ്ട്. ഇപ്പം ഇപ്പം അമൽനീരദ് എന്ന് പറയുന്ന സംവിധായകൻ നല്ല സിനിമകൾ എടുത്തില്ലെങ്കിലും എൻ്റെ പ്രൊഡക്ഷനിൽ നല്ല സിനിമകൾ വരാനുള്ള സാധ്യതകളുണ്ട്.
അല്ല, ഇപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടി ഇപ്പോൾ അൻവർ റഷീദ്, ആഷിഖ് അബു, അതേപോലെ സമീർ താഹിർ, ഇങ്ങനെയുള്ള ഇപ്പോൾ പലരും എൻ്റെ പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടി സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങളാരും ഇന്നും ഇന്നലെയും സിനിമ ചെയ്യാൻ വേണ്ടി, അല്ലെ എൻ്റെ പ്രൊഡക്ഷൻ ഹൗസിന് സിനിമ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഇതൊരു അതേപോലെ ഞാൻ അവരുടെ പലരും ഭാവിയിൽ തുടങ്ങാൻ പോകുന്ന പ്രൊഡക്ഷൻ ഹൗസുകൾക്ക് വേണ്ടി സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ അൻവറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാനുണ്ട്. അപ്പോൾ ഞാനതിൽ അൻവർ നിർമ്മാതാവായിട്ട് ഞാൻ ഡയറക്ടറായിട്ടൊരു സിനിമ ചെയ്യുന്നതാണ്. അതേപോലെ അതൊരു ഇത് ചിലപ്പോൾ ഞങ്ങളെല്ലാവരും ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് 15-20 വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് യാഥാർത്ഥ്യമാകുന്നതിലുള്ള സന്തോഷത്തിലാണ് നമ്മൾ. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് പഴയ 20 വർഷം മുമ്പുണ്ടായിരുന്ന സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരിക്കുകയും അവരുമായിട്ട് അന്ന് നമ്മൾ ഒരു കാര്യമില്ലായിരുന്നുകൊണ്ട് പറഞ്ഞ് ലാത്തി അടിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് പ്രാവർത്തികമായിട്ട് സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സൗഭാഗ്യവും സന്തോഷവുമാണ്. എൻ്റെ പടങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന ആൾക്കാർ മുഴുവൻ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർ ഇന്നും ഇന്നലെയും കണ്ടിട്ട് പരിചയപ്പെട്ടവരല്ല. അപ്പോൾ അവരുടെ പടങ്ങളിൽ ഇടപെടാൻ നിന്ന് അവർ തെറി വിളിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ളൊരു പ്രൊഡ്യൂസർ ആയിട്ടോ ഇടപെട്ട് കഴിഞ്ഞാൽ അവർ തെറി വിളിക്കഴിഞ്ഞാൽ പറ്റുവാണെന്ന് 2 ഇടി തരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇത് നമ്മൾ അവരുടെ സിനിമകളിൽ ഇടപെടാനും നമ്മൾ ആരും പരസ്പരം സിനിമകളിൽ ഇടപെടാനും മോശമാക്കാനല്ല. നമുക്കെല്ലാവർക്കും അവരവരുടെ സിനിമയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളവരാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സിനിമ എടുക്കാൻ വേണ്ടിയല്ലല്ലോ മറ്റൊരാളുടെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് അയാളുടെ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊന്നും അങ്ങനെ ഒരു ഇടപെടലിൻ്റെ അവസ്ഥയില്ല അതിനകത്ത്. അല്ല, ശ്രുതിക്ക് തന്നെ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അതിനൊരു കുറച്ചൊരു ശോഭനമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെയല്ല ചോദിക്കുന്ന കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ കഴിഞ്ഞൊരു കാലയളവിൽ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഒരു നല്ലൊരു ട്രാൻസിഷൻ പീരീഡിലാണ് മലയാള സിനിമ നിൽക്കുന്നത്. അപ്പോൾ അത് കുറച്ചു കാലം കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന അവസ്ഥയിൽ അതൊരു വളരെ പ്രത്യാശ ഉളവാക്കുന്ന അല്ലെങ്കിൽ വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയില്ല. കാര്യം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഇവർ 2 പേരും ഇപ്പോൾ അത് ഈ 2 ആക്ടേഴ്സും അതിപ്പോൾ ഇവർ 2 പേരും മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള 2 ആക്ടേഴ്സാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ രീതിയിലുള്ള സിനിമകൾ ചെയ്യുന്നു. ഇപ്പം നേരത്തെ ശ്രുതി പറഞ്ഞിട്ടുള്ള പോലെ കാര്യം ഇനിയുള്ള കാലം പുതിയ ആൾക്കാരെ വെച്ച് അങ്ങനെ ഒരു പുതിയ ആൾക്കാരെ വെച്ചിട്ടുള്ള സിനിമയൊന്നും മലയാളത്തിൽ ഉണ്ടാകുന്നതായിട്ട് എനിക്കറിയില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാര്യം പുതുമുഖങ്ങൾ എന്ന് പറയുന്നവർ തന്നെ 20 പടങ്ങൾ ചെയ്തിട്ടുള്ള പുതുമുഖങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ അത് നമുക്ക് എല്ലാ രീതിയിലുള്ള ആക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അത് എൻ്റെ അടുത്ത സിനിമ ഇതിലുള്ളത് ശ്രീ മമ്മൂട്ടിയും പൃഥ്വിരാജുമാണ് ഉള്ളത്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ഒരു വിശ്വാസത്തിലൊരു അദ്ദേഹം ചെയ്യുന്ന റോള് നമ്മൾ അദ്ദേഹമായിട്ട് സംസാരിച്ച് എൻ്റെ കഴിഞ്ഞ സിനിമയിലോ അല്ലെങ്കിൽ ഒരു തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സിനിമയുടെ കാലയളവിൽ അവർ എല്ലാ രീതിയിലുള്ള റോളുകളും വളരെ പണ്ട് തുടങ്ങിയേ ചെയ്തിട്ടുള്ള ആക്ടേഴ്സുമാണ്. അപ്പോൾ എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പല രീതിയിലുള്ള സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ സിനിമയെ നമ്മുടെ ഒരു സിനിമയോ അല്ലെങ്കിൽ ആ ഒരു ഐഡിയയിലോ ഏറ്റവും യോജിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ഏറ്റവും വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സിനെയും സ്റ്റാർസിനെയും വെച്ചിട്ട് തന്നെയാണ് ഞാൻ സിനിമകൾ ചെയ്യാറുള്ളത്.
അപ്പോൾ ഒരു ദിവസം ഇവരെല്ലാവരെയും കൂടെ മാറ്റി നിർത്തിയിട്ട് പുതിയ കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് സിനിമ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇനി പുതിയ ആൾക്കാരെ വെച്ച് മാത്രമേ സിനിമ ചെയ്യുകയുള്ളൂ എന്നൊന്നുമുള്ള രീതിയിലുള്ള എനിക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. എനിക്ക് അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളിൽ വിശ്വാസമില്ല. ഞാൻ ചെയ്തുകൊണ്ട് പോകുന്ന സിനിമകളിൽ എനിക്ക് അനുയോജ്യരായിട്ടുള്ള ആൾക്കാരെ വെച്ചപ്പോൾ ചിലപ്പോൾ ഒരു സിനിമയിൽ ചിലപ്പോൾ നമുക്ക് ആ സിനിമയുടെ ഒരു ഐഡിയ വെച്ചിട്ട് ചിലപ്പോൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നാകും എന്ന് തോന്നുന്ന ഒരു ഐഡിയ ഉണ്ടായിരിക്കാം. പക്ഷേ ചിലപ്പോൾ മറ്റൊരു സിനിമയിൽ നമുക്കിപ്പോൾ മമ്മൂക്ക ചെയ്താൽ മാത്രമേ നന്നാവുള്ളൂ എന്ന് തോന്നുന്ന, അതിൽ ചിലപ്പോൾ അദ്ദേഹം എന്ന ആക്ടറും ചിലപ്പം ആവശ്യമായിരിക്കും, അദ്ദേഹം എന്നുള്ള സ്റ്റാറും ആവശ്യമായിരിക്കും. ഇപ്പം എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഒരേ സമയം തന്നെ അദ്ദേഹം എന്നുള്ള ആക്ടറിനെയും മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടറിനെയും മമ്മൂട്ടി എന്ന് പറയുന്ന സ്റ്റാറിനെയും യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഒരു ശരാശരി സിനിമ കാണുന്നൊരു പ്രേക്ഷകൻ പറയുന്ന ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ദിവസം ചെന്നൈയിൽ പോയപ്പോൾ ചെന്നൈയിൽ ബന്ദായിരുന്നു. അപ്പോൾ ശരിക്കും തമിഴ്നാട്ടുകാർക്ക് ബന്ദിൻ്റെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഒരു ദിവസം ബന്ദ് വന്നപ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ തമാശയ്ക്ക് പറയുന്നത് മലയാളികളടുത്ത് ചോദിച്ചാൽ മതി ബന്ദിൻ്റെ ദിവസം എന്താ ചെയ്യേണ്ടതെന്ന്. ബന്ദിൻ്റെ മുമ്പത്തെ ദിവസം കൃത്യമായിട്ട് എന്താ ചിക്കൻ സ്റ്റോളിലും അല്ലെങ്കിൽ ബെവറേജ് കൃത്യമായിട്ട് നമ്മൾ ബന്ദിന് വേണ്ടി തയ്യാറാകാറുണ്ട്. അപ്പോൾ അങ്ങനെ ബന്ധുക്കളും പണിമുടക്കും ഒക്കെ നമുക്കൊരു ശരാശരി മലയാളിക്ക് അതൊരു ഇടയ്ക്കിടയ്ക്ക് വരുന്ന വെക്കേഷനുകളോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഹോളിഡേകളോ ആണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും സമൂഹത്തിലുണ്ടാകുന്ന അത്തരം കാര്യം സിനിമാക്കാരും ഒക്കെ ഈ സമൂഹത്തിൻ്റെ തന്നെ ഭാഗമാണല്ലോ. അപ്പോൾ ഈ സമൂഹത്തിലുണ്ടാകുന്ന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സിനിമയിലും സിനിമാക്കാരിലും വരുന്നതായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ കൂടുതൽ സമരങ്ങൾ വരാനായിട്ടുള്ള കാരണം. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു സമരങ്ങളുടെ സമരങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഫോർമാറ്റിൽ അത് ഇപ്പം സിനിമാക്കാരുടെ സമരം മാത്രമല്ല പറയുന്നത്, എല്ലാ രീതിയിലുള്ള സമരങ്ങളോടുള്ളൊരു ഫോർമാറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് അങ്ങനെ നമുക്ക് തന്നെ കുറേയധികം ഹർത്താലുകളും ബന്ധുകളും അല്ലെങ്കിൽ കുറേ പ്രാവശ്യം പണി മുടക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്ന അതേ ബുദ്ധിമുട്ട് ഞാനും ഒരു സ്വാഭാവികമായിട്ടൊരു ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാനും അതിൽ കൂടുതൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ അത് ആ ഫോർമാറ്റുകളിൽ മാറ്റമുണ്ടാകണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതൊട്ടും പ്രോഗ്രസീവായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അത് എല്ലാ രീതിയിലും റിഗ്രസീവായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അതൊരു സ്ഥിരം കാര്യമാകുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ ഈ വളരെ വിവരവും വിദ്യാഭ്യാസവും പറയുന്ന നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പല ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പല അബ്യൂസുകൾ, പല കാര്യങ്ങൾ, ഇതെല്ലാം തികച്ചും റിഗ്രസീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഒട്ടും പ്രോഗ്രസീവാണ് എന്ന് തോന്നുന്നില്ല. പക്ഷെ അതിലൊക്കെ മാറ്റം ഉണ്ടാകണമെന്ന് മറ്റേതൊരു മലയാളിയെ പോലെ മറ്റേതൊരു മനുഷ്യനെ പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്.